മാനിഫെസ്റ്റിംഗ് നോളജിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സിന്റെ സീരീസ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻസ് വീതം മാത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കുറേ ഓവർലോഡ് ആക്കിയിട്ട് ഇത് പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യുന്ന രീതിക്ക് ആക്കുന്നില്ല. ഡെയിലി തുടക്കത്തിൽ 10 ക്വസ്റ്റ്യൻസ് വീതമാണ് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. കോഡും കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ: പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? അത് അക്ഷരം ആരോഗ്യം പദ്ധതിയാണ്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ കാര്യമാണല്ലേ. കുട്ടികൾ വിദ്യാലയങ്ങളിൽ പോയിട്ട് എന്താണ് പഠിക്കുന്നത്? അക്ഷരമാണ് പഠിക്കുന്നത്. അക്ഷരം പഠിക്കാൻ എന്ത് വേണം അവർക്ക്? ആരോഗ്യം വേണം. അപ്പോൾ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ആര് നടപ്പാക്കുന്ന പദ്ധതി? ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? അത് അക്ഷരം ആരോഗ്യം പദ്ധതിയാണ്. അടുത്തത്, നമ്മൾ റീസെന്റ് ആയിട്ട് നടന്നൊരു മരണമാണ് പഠിക്കാൻ പോകുന്നത്. മഹാരാഷ്ട്ര വിമാനാപകടം. മഹാരാഷ്ട്രയിൽ നടന്ന വിമാനാപകടത്തില് മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന ആര് മരിച്ചു? അജിത് പവാർ മരണമടഞ്ഞിട്ടുണ്ട്. അജിത് പവാർ മഹാപവറുള്ള ഒരാളാണെന്ന് നോക്കാം. മഹാരാഷ്ട്രയുടെയാണ്, ഉപമുഖ്യമന്ത്രിയാണ്, അജിത് പവാർ ആണ്. അപ്പൊ മഹാപവറുള്ള ഒരാള് വിമാനാപകടത്തിൽ മരിച്ചു. നഗരനയം രൂപീകരിക്കുന്ന രാജ്യത്തിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറി. അപ്പൊ നഗരനയം രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. വീണ്ടും ഒരു ഭരണമാണ് പഠിക്കാൻ പോകുന്നത്. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ, അതായത് BBC കേട്ടിട്ടില്ലേ? അപ്പൊ അതിന്റെ ഫുൾ ഫോം ആണ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. അപ്പോൾ അതിന്റെ ഇന്ത്യയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ആയിരുന്ന മാർക്ക് ടള്ളി എന്താണ്? അന്തരിച്ചിട്ടുണ്ട്. മാർക്ക് ടള്ളി അന്തരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? മാധ്യമ പ്രവർത്തകനല്ലേ. അപ്പൊ എന്താണ്? തള്ളി മറിച്ച് മാർക്ക് മേടിച്ചു. തള്ളി മറിച്ച് മാർക്ക് മേടിച്ചു. തള്ളി ടള്ളി മാർക്ക് മേടിച്ച മാർക്ക് ടള്ളി എന്താണ്? അന്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ ആണ് BBC ഫുൾ ഫോം ആയിട്ട് വരാ. രാജ്യത്ത് ആദ്യമായി ഒരു ജില്ലാതല ആശുപത്രിയിൽ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് എവിടെയാണ്? അത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ്. നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തുള്ള ജനറൽ ആശുപത്രിയിലാണ് ആദ്യമായിട്ട് കോർണിയ മാറ്റൽ ശസ്ത്രക്രിയ നടത്തിയത് എന്നോർക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് അഥവാ റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ചെനാബ് നദിക്ക് മുകളിലാണ്. ഏതാണ് ചെനാബ് നദി? അത് സിന്ധു നദിയുടെ പോഷക നദികളിൽ ഒന്നാണല്ലേ. അപ്പൊ ചെനാബ് നദിക്ക് മുകളിലാണ് ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റൽ ആക്കുന്ന പദ്ധതി ഏതാണ്? അത് ഈ സമൃദ്ധയാണ്. ഈ സംസ്ഥാനത്തിലെ എല്ലാ മൃഗാശുപത്രികളും സമൃദ്ധമാണെന്ന് വല്ലതും കണക്ട് ചെയ്ത് വെക്കാം. വിജയ് ഹസാരെ ക്രിക്കറ്റില് കന്നിക്കിരീടം സ്വന്തമാക്കിയ ടീം ഏതാണ്? അത് വിദർഭയാണ്. വിദർഭ ആരെയാണ് പരാജയപ്പെടുത്തിയത്? സൗരാഷ്ട്രയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഈ വിജയ് ഹസാരെ ക്രിക്കറ്റില് കിരീടം നേടിയത്. സ്ത്രീ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ടുകൊണ്ട് വനിതാ ശിശുവികസന വകുപ്പ് ക്യാമ്പസുകളിൽ നടത്തിയ പദ്ധതി ഏതാണ്? അത് കനലാണ്. കനലും സ്ത്രീ സുരക്ഷയും സ്ത്രീകളൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ പഠിക്കാം. അപ്പൊ സ്ത്രീ സുരക്ഷ ശാക്തീകരണത്തിനും വേണ്ടിയിട്ട് ക്യാമ്പസുകളിൽ ഒരുക്കിയ പദ്ധതി ഏതാണ്? അത് കനലാണ്. 2025 സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ലഭിച്ച ജില്ലാ ഭരണകൂടം ഏതാണ്? അത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലാ ഭരണകൂടത്തിനാണ് 2025 ഭിന്നശേഷി സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ലഭിച്ചത്. മലപ്പുറംകാരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഓരോ ആൻസർ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കുറച്ചും കൂടെ ഓർമ്മ കിട്ടും.